എല്ലാവർക്കും നമസ്കാരം. SPR മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നമുക്കറിയാം ഇന്ന് നമുക്ക് എന്ത് കാര്യം പഠിക്കണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലതും തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രാധാന്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പ്രവർത്തന പരിചയത്തിൻ്റെ പ്രാധാന്യം കൂടെ വെച്ചുകൊണ്ടാണ്. ഞാൻ ഏകദേശം ഒരു 23 വർഷം ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. മലയാളമായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ ഞാനൊരു 2 വർഷമായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ക്ലാസ് മുറികളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇത്രയും വർഷത്തെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ച് ഓരോ കുട്ടികളുടെയും പഠന നിലവാരം എങ്ങനെയാണ് എന്നുള്ളത് ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഓരോ കുട്ടികളെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇപ്പം സാധാരണഗതിയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ സാധാരണ പാരൻസ് ട്യൂഷന് കൊണ്ടുപോയി വിടുന്നത്. അപ്പം ഈ കുട്ടി സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും അവസാനം വരെ കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നത്. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് യാതൊരു മാറ്റവും കുട്ടിയുടെ മാർക്കിലോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലോ പഠന പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പം പാരൻസ് ഓപ്പൺ ഹൗസ് വയ്ക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പം പാരൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മിസ്സേ അവനെ ട്യൂഷനെ ചേർത്തിട്ടുണ്ട്, ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് അവന് ഇത്രയും മാർക്കുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെയാണ് പാരൻസ് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് മുറികളിൽ ഇപ്പം 10-40 കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമായിട്ട് ചിലപ്പോൾ ഒരു ടീച്ചർക്ക് സമയം കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, പാരൻസിന് ഇൻഫോം ചെയ്യും. പക്ഷേ പാരൻസിന് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കുട്ടി ഇപ്പം 10ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവൻ സ്വയം ഒരു കാര്യവും ചെയ്യാത്ത അവസ്ഥയിലുള്ള കുട്ടികളായിരിക്കും ഈ പിന്നോട്ട് പോകുന്നത്. അപ്പം പാരൻസ് അവർ കുട്ടികളെ ട്യൂഷൻ സെൻറ്ററുകളിൽ കൊണ്ടുപോയി വിടുന്നു. അപ്പം അടുത്ത ഒരു ഓപ്പൺ ഹൗസ് നമ്മൾ വയ്ക്കുമ്പോൾ പാരൻസ് വന്നിട്ട് പറയുന്നത്, ട്യൂഷനുണ്ട് മിസ്സേ, ഈ പരീക്ഷയ്ക്കും വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണ്. ഇത് നമ്മൾ മിക്കവാറും കുട്ടികളെ ഓഫ്ലൈൻ ട്യൂഷനാണ് വിടുന്നത്. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒരുമിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് മുറികളിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ട്യൂഷൻ സെൻറ്ററിൽ നടക്കുന്നത്. നമുക്ക് കുട്ടികളുടെ ഒരു ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ച് കുട്ടികളുടെ ഒരു അവരുടെ ഒരു നിലവാരവും വെച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന അങ്ങനെയാണ്. അപ്പം 5 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പിന്നെ ഇവർ ചെയ്യുന്ന പല കുട്ടികളെയും നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. അത് ലൈബ്രറി ഇന്ത്യ അല്ലെങ്കിൽ വീഗയുടെ പോലെയൊക്കെയുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ചിലപ്പോൾ ഒരു ടീച്ചർ തന്നെയാണല്ലോ മിക്കവാറും എല്ലാ സബ്ജക്റ്റും എടുക്കുന്നത് ഈ ട്യൂഷൻ സെൻറ്ററുകളിൽ. അപ്പോൾ അവർക്ക് എത്രയൊക്കെ തന്നെയാണെങ്കിലും ഏതൊരു ടീച്ചർക്കാണെങ്കിലും അവരെടുക്കുന്ന സബ്ജക്റ്റിൽ മാത്രമേ അതിയായ പ്രാഗൽഭ്യം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ചെറിയ ക്ലാസ് വരെയൊക്കെ എടുക്കാം, ഇപ്പോൾ ഒരു 6 ക്ലാസ് വരെയൊക്കെ ഓൾ സബ്ജക്റ്റ് എടുത്തു പോകാം. പക്ഷെ അതിന് മേലേക്ക് ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ എല്ലാ സബ്ജക്റ്റും എടുക്കുന്ന ട്യൂഷൻ സെൻറ്ററുകളിൽ വിട്ടാൽ അതിന് യാതൊരു പ്രാധാന്യവും കുട്ടിക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്.
കാരണം കുട്ടികൾ പലപ്പോഴും നമ്മളോട് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞ ലേബർ ഇന്ത്യയൊക്കെ പോലെയുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു വിഭാഗം കുട്ടികൾക്ക് അവർ ബോർഡിൽ എഴുതി കൊടുക്കും. എന്നിട്ട് നിങ്ങളത് അവിടെ ഇരുന്ന് പകർത്തിക്കോളൂ എന്ന് പറയും. അവർക്കത് അതിന് എന്താണെന്ന് പോലും മനസ്സിലാവാതെ കുട്ടികൾ അതുപോലെ തന്നെ അവിടെ ഇരുന്ന് പകർത്തുന്നു. അവരതിൻ്റെ കൂടെ ഇരുന്ന് ക്ലാസ് ചെയ്യുന്ന വർത്തമാനങ്ങൾ അതുപോലെ അതും അവിടെ നടക്കുന്നു. മറ്റൊരു വിഭാഗത്തിന് ഇരുന്ന് വായിക്കാൻ പറയും. വേറൊരു വിഭാഗത്തിനായിരിക്കും ചിലപ്പോൾ ആ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ട്യൂഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാതെ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവരെ ട്യൂഷന് വിടുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ 500 രൂപയോ 600 രൂപയ്ക്കോ ആയിരിക്കും നമ്മൾ മന്ത്ലി കൊടുക്കുന്നത്. അപ്പം അവർക്കൊരു 10-12 കുട്ടികളുണ്ടെങ്കിൽ ഇത്തരം ട്യൂഷൻ സെൻറ്ററുകളിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു വരുമാന മാർഗമാണ്. പിന്നെ നിങ്ങളാണ്, അതായത് പാരൻസാണ് അവരുടെ കുട്ടികളുടെ പ്രോഗ്രസ് എന്താണ് അല്ലെങ്കിൽ പോരായ്മ എന്താണെന്നുള്ളത് അവിടെ ചെന്ന് അന്വേഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതൊരിക്കലും നടക്കാറില്ല എന്നുള്ളതാണ് ഈ കുട്ടികളുടെ മാർക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാരൻസ് പറയുന്നത് ഞങ്ങൾ ട്യൂഷന് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ എന്താ നടക്കുന്നതെന്ന്, ഇപ്പോൾ സ്കൂളിൽ എന്താ നടക്കുന്നതെന്നുള്ളതും പാരൻസിന് അന്വേഷിക്കാം. ഓരോ സബ്ജക്റ്റിലും കുട്ടികളുടെ മാർക്ക് കുറയുമ്പോൾ അതിനാണ് നമ്മൾ ഓപ്പൺ ഹൗസൊക്കെ വയ്ക്കുന്നത്. അപ്പം പലപ്പോഴും സ്കൂളുകളിൽ പോലും എനിക്ക് പല ക്ലാസ്സുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് പല ടീച്ചേഴ്സും പിന്നെ അവരവരുടെ സബ്ജക്റ്റ് തന്നെ മറ്റ് പഠിപ്പിച്ച് വർഷങ്ങൾ പരിചയമുള്ളവരാണെങ്കിൽ പോലും ചിലപ്പം ഈ സ്റ്റഡി മെറ്റീരിയൽ വെച്ചൊക്കെ ആയിരിക്കും അവർ പഠിപ്പിച്ച് പോകുന്നത്. അപ്പം നമ്മൾ അതിലെ ഒരു താല്പര്യം, ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും അത് പുതിയത് കണ്ടെത്താനുള്ളൊരു താല്പര്യം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുണ്ടാവണം. അപ്പം സ്റ്റഡി മെറ്റീരിയൽ ആകുമ്പോൾ അത് വെച്ച് നോക്കി അത് മാത്രം ജസ്റ്റ് പഠിപ്പിച്ചാൽ മതി എന്നുള്ള, അത് നമ്മുടെ ഇക്കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. പ്രൊഫഷണൽ ടീച്ചേഴ്സ് മിക്ക സ്കൂളുകളിലും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ഒരു വിഭാഗം ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികളെ നമ്മൾ ട്യൂഷന് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ സബ്ജക്റ്റും കൂടി എടുക്കുന്ന ക്ലാസ്, അങ്ങനെയുള്ള ട്യൂഷൻ സെൻറ്റർ ഒഴിവാക്കി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ആ സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റാണോ കുട്ടി പിന്നോക്കം നിൽക്കുന്നത് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ട്യൂഷൻ കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തി കുട്ടിയെ വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രോഗ്രസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ 2-3 കുട്ടികൾ പല ട്യൂഷൻ സെൻറ്ററുകളിൽ നിന്നും പിൻവാങ്ങി അവരുടെ ഗാർഡിയൻസ് തന്നെ കുട്ടിക്ക് അക്ഷരം പോലും അറിയില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ചേർത്തത്. അപ്പോൾ ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ എക്സാമൊക്കെ നടന്ന് അവരുടെ മാർക്ക് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ പാരൻസ് നമ്മളോട് പറയുന്നു, മിസ്സേ ഒരുപാട് താങ്ക്സ്, വളരെ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇൻഡിവിജ്വൽ ട്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പിന്നെ ട്യൂഷൻ സെൻറ്ററുകളിൽ കൊടുക്കുന്ന പൈസയേക്കാൾ ചിലപ്പോൾ ഒരു 100-300 രൂപ ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുമായിരിക്കും. കാരണം അവരുടെ 1 മണിക്കൂർ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത്. ട്യൂഷൻ സെൻറ്ററുകളിൽ 15-16 കുട്ടികളുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ 600 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു ടീച്ചർ 1 മണിക്കൂർ സമയം ചിലവഴിക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങളൊരു 1000 രൂപ കൊടുത്താലും അത് വലിയ എമൗണ്ട് അല്ല എന്നുള്ളതും പാരൻസ് മനസ്സിലാക്കേണ്ടതാണ്. കാരണം 30 ദിവസം 25 ദിവസവും അവർ നിങ്ങളുടെ കുട്ടിക്ക് 1 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ 1000 രൂപ ഒരു ദിവസം എത്ര കൂലി അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ 1000 രൂപയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. പക്ഷെ പലപ്പോഴും പല പാരൻസിനും 1000 രൂപ അല്ലെങ്കിൽ 850 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ടാണ് പാരൻസിന് തോന്നുന്നത്. എന്നാൽ അവർ ഈ 600-650 കൊടുത്ത് ഇതുപോലെയുള്ള ട്യൂഷൻ ക്ലാസ്സുകളിൽ ചേർക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചത്. അപ്പോൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഒരു കാരണവശാലും ഈ ഓൾ ക്ലാസ് സ്റ്റുഡൻസ് ഉള്ള
ട്യൂഷൻ സെൻറ്ററുകളിലെ പാരൻസ് അയക്കാതിരിക്കുക. എന്ന് ഞാൻ കമ്പൽസറി പറയുന്നില്ല. അത് നോക്കിയിട്ട്, അതായത് നിങ്ങളുടെ കുട്ടിക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് നോക്കി ഇത്തരം പിന്നെ ട്യൂഷൻ സെൻറ്ററുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് അവൈലബിളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ പ്രോഗ്രസ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം അതിന് ഇന്നത്തെ കാലത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാനും ചെറിയ കുട്ടികൾ വരെ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ ട്യൂഷൻ ഒരു കുട്ടിയുടെ പഠന നിലവാരത്തെ വളരെയേറെ ഉയർത്താൻ സാധിക്കുമെന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ മലയാളം ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു ടീച്ചറാണ്. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ 2 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.